ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ നടൻ മോഹൻലാലിന് കരസേനയുടെ പ്രത്യേക ആദരം. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. ടെറിട്ടോറിയൽ ആർമിയിൽ 16 വർഷം പൂർത്തിയാക്കിയതിന്റെയും രാജ്യത്തിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയതിന്റെയും പശ്ചാത്തലത്തിൽ നടൻ മോഹൻലാലിന് കരസേനയുടെ പ്രത്യേക ആദരം. കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങുകയും ചെയ്തു. KSRTC ചരിത്രത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടം നേടി. ഒക്ടോബർ 6-നാണ് രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായ 9.41 കോടി നേടിയത്. സെപ്റ്റംബർ 8-ാം തീയതിയാണ് എക്കാലത്തെ മികച്ച പ്രതിദിന ടിക്കറ്റ് വരുമാനമായ 10.19 കോടി നേടിയിരിക്കുന്നത്. ജീവനക്കാരുടെയും സൂപ്പർവൈസർമാരുടെയും ഓഫീസർമാരുടെയും ഏകോപിതമായ പരിശ്രമങ്ങളിലൂടെയാണ് തുടർച്ചയായി മികച്ച വരുമാനം നേടി മുന്നേറുന്നതിന് KSRTCക്ക് സഹായകമാകുന്നതെന്ന് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് സമ്മാനിക്കും. 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പാണ് ഇത്തവണ മുതൽ മുഖ്യമന്ത്രി സ്കൂൾ ഒളിമ്പിക്സിലെ ചാമ്പ്യന്മാർക്ക് നൽകുക. സ്വർണ്ണക്കപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവ മാതൃകയിലാണ് കായികമേളയ്ക്കും സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുക. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 22 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് നടക്കും. ചുമമരുന്ന് കഴിച്ചുള്ള കുട്ടികളുടെ മരണങ്ങൾക്ക് പിന്നാലെ മധ്യപ്രദേശിലെ 2 സിറപ്പുകൾക്ക് കൂടി നിരോധനം ഏർപ്പെടുത്തി. ലൈഫ്, റെസ്പി ഫ്രഷ് എന്നീ സിറപ്പുകളാണ് നിരോധിച്ചത്. 2 സിറപ്പുകളിലും ഉയർന്ന അളവിൽ ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം. ചുമമരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 19 കുട്ടികളാണ് ഇതുവരെ മരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് കൂടി പരിഹാരമാവുന്നു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിൽ മലാമ്പറമ്പ് വെള്ളിമാടുകുന്ന് ഭാഗത്ത് പ്രവൃത്തി നടത്തുവാൻ കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന് അനുമതി കേരള പൊതുമരാമത്ത് വകുപ്പിന് ലഭ്യമായതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. മലാപ്പറമ്പ് മുത്തങ്ങ ദേശീയപാത റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനാൽ ഈ മേഖലയിൽ പ്രവൃത്തി നടത്തുവാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് നേരത്തെ അനുമതി ലഭിച്ചിരുന്നില്ല. എന്നാൽ കേന്ദ്ര ഉപരിതല മന്ത്രാലയവുമായി നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ നിരന്തര ചർച്ചകൾക്ക് ഒടുവിലാണ് കോഴിക്കോട് നഗരവികസന പദ്ധതിയുടെ ഭാഗമായി റോഡ് വികസനത്തിന് അനുമതി ലഭിച്ചതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഓപ്പറേഷൻ നങ്ഹോറുമായി ബന്ധപ്പെട്ട കേസിൽ ദുൽഖർ സൽമാന് താൽക്കാലിക ആശ്വാസം. വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി. ദുൽഖർ അപേക്ഷ കൊടുക്കണമെന്നും 20 വർഷത്തെ വാഹനത്തിന്റെ വിവരങ്ങൾ ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അപേക്ഷ തള്ളിയാൽ കൃത്യമായ കാരണം ബോധിപ്പിക്കണമെന്നും കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില 90,000-ലേക്ക് ഉയരുന്നു. ഇന്ന് പവന് 920 രൂപ വർദ്ധിച്ചതോടെ 89,000 കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. 89,480 രൂപയാണ് പുതിയ സ്വർണ്ണവില. ഗ്രാമിന് ആനുപാതികമായി 115 രൂപയാണ് വർദ്ധിച്ചത്. 11,185 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ചെന്നൈ കൊളംബോ എയർ ഇന്ത്യ വിമാനത്തിൽ പക്ഷിയിടിച്ചു. 158 യാത്രക്കാരുമായി ഇന്ത്യയിലേക്ക് തിരിച്ച വിമാനത്തിലാണ് ചൊവ്വാഴ്ച പക്ഷിയിടിച്ചത്. വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കി. അതേസമയം മടക്കയാത്ര റദ്ദാക്കി. വിമാനം ചെന്നൈയിൽ സുരക്ഷിതമായി ഇറക്കിയതിനു ശേഷമാണ് പക്ഷി ഇടിച്ചെന്ന കാര്യം കണ്ടെത്തിയതെന്നും അതിനാൽ കൊളംബോയിലേക്ക് തിരിച്ചുള്ള സർവീസ് റദ്ദാക്കുകയാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു. രാജ്യത്തെ ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ UPI പണമിടപാടുകളിൽ ബയോമെട്രിക് ഒതന്റിക്കേഷൻ സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ട്. നിലവിലുള്ള പിൻ വെരിഫിക്കേഷന് പകരമായി മുഖം തിരിച്ചറിയൽ, വിരലടയാളം എന്നിവ ഉപയോഗിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കും. കൂടുതൽ സുരക്ഷിതവും എളുപ്പത്തിലും പണമിടപാടുകൾ നടത്താൻ സാധിക്കുകയും പിൻ ഓർത്തുവെക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും പുതിയ സംവിധാനം വഴി സഹായകമാവും. 2025-ലെ ഭൗതികശാസ്ത്ര നൊബേൽ പ്രഖ്യാപിച്ചു. 3 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്വാണ്ടം മെക്കാനിക്സിനെ പുതിയ തലത്തിലെത്തിച്ചതിന് ജോൺ ക്ലർക്ക്, മൈക്കൽ H. ഡോറൈറ്റ്, ജോണം മാർട്ടിനിസ് എന്നിവർക്കാണ് പുരസ്കാരം. മൂവരും കാലിഫോർണിയ സർവകലാശാലയുടെ ഭാഗമായിരുന്നപ്പോൾ നടത്തിയ ഗവേഷണമാണ് അംഗീകാരം നേടിയത്. ജനയുഗ ഓൺലൈൻ മോജ് ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.